സാരി ഉടുത്തപ്പോ എന്തൊരു ഭംഗിയാന്നറിയോ കാണാൻ. ഇടയ്ക്ക് ഇതൊക്കെ ആവാം കേട്ടോ. അയ്യോ എന്റെ മുത്തപ്പ, ഇതെങ്ങനെ? യോ അതുപോലെ തന്നെ. ജയന്തി, അതെന്താന്നറിയോ മാഡം, നാളൊരു സിനിമാ വാരിക വാങ്ങിച്ചപ്പോളേ ഇതുപോലൊരാളെ ഞാൻ കണ്ടു. ആരാന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഗായിക ശ്യാമ മേഡം ആയിരിക്കും. ശ്യാമ മേഡം എന്നെ പോലെ തന്നെ ഇരിക്കുന്ന പറയാ. പറയുന്നതേ ഉള്ളൂ. അപ്പൊ മോള് നേരിട്ട് കണ്ടിട്ടില്ലേ? ഓ എന്റെ പൊന്നേ, ഇത്ര അടുത്ത് നിന്നിട്ടും ആ മുഖം ഒന്ന് കാണുന്നില്ലെന്ന് പറഞ്ഞ? അല്ല, ശ്യാമ മേഡത്തിന് ആർക്ക് വേണേലും കാണാലോ. ഞാൻ അങ്ങനെ പറഞ്ഞതാ. ഹോ, എന്നാലും എന്റെ മേഡം, ഈ കൊച്ചിനെ കാണാൻ ഇപ്പൊ എന്തൊരു ഭംഗിയാ. ഹോ, തങ്കക്കുടം എന്ന് പറഞ്ഞാ പോരാ, താനേ തങ്കക്കുടം. ഞാനേ ഇതുപോലത്തെ ഒരു സാരി ടെക്സ്റ്റൈൽസിൽ പോയപ്പോ കണ്ടായിരുന്നു. അതെടുത്ത് തരാമോ രാമേട്ടാന്ന് ചോദിച്ചപ്പോഴേ എന്റെ നേർക്കൊരു ചാട്ടം. ആ പിന്നെ അങ്ങേരെയും പറഞ്ഞിട്ട് കാര്യമില്ല, കയ്യില് കാശില്ലല്ലോ മോളെ. പിള്ളേര് രണ്ടും ഞാനോ നീയോന്നും പറഞ്ഞ് വളർന്നു വരുവാ. അവറ്റോളുടെ പഠിപ്പ്, മൂത്തോളുടെ കല്യാണക്കാര്യം. ആ അതിനിടയ്ക്ക് നമുക്ക് ഈ സാരിയൊക്കെ തന്നെ ധാരാളം. പിന്നെ ഉള്ള കാര്യം പറയണല്ലോ, രാമേട്ടൻ നല്ലൊരു ദൈവവിശ്വാസിയാ. എന്നും കിടക്കാൻ നേരത്തെ എന്നോട് പറയും, ജയന്തി നീ പേടിക്കണ്ട, നമ്മളെ നോക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി തരാനും ആരോ ഒരാൾ ഇവിടെ ഉണ്ടെന്ന്. ഇവിടെ എവിടെയൊക്കെയോ ഉണ്ടെന്നൊക്കെയാ പറയുന്നേ. രാമേട്ട അങ്ങനെ ആരുണ്ടാവാനെന്നൊക്കെ ഞാൻ ചോദിക്കും. പിന്നെ എനിക്ക് മനസ്സിലായി രാമേട്ടൻ മേഡത്തിനെ പറ്റിയാ പറയുന്നേന്ന്. ജയന്തി, അക്കാര്യമൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഓ, ഇപ്പൊ കുറച്ചു സമയം എനിക്ക് മോൾക്കൊന്നും വിട്ടുതാ. ഞാൻ നിക്കുന്നില്ല മേഡം. പിന്നെ ദേ, ഞാൻ ഈ ഇല്ലാ കഥകളൊക്കെ പറഞ്ഞു എന്ന് രാമേട്ടനോട് പറഞ്ഞേക്കല്ലേ. പിന്നെ ആ മനുഷ്യൻ ആകെ ഒരു വെപ്രാളവാ. വെപ്രാളം വന്നു കഴിഞ്ഞാ പിന്നെ നെഞ്ചത്തൊരു വേദനയാ. അത് കാണുമ്പോ എനിക്ക് വല്ലാത്തൊരു പേടിയാ. നന്നായിട്ടൊന്ന് മിന്നിയാ തീരാവുന്നതല്ലേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. ആ മനുഷ്യൻ എന്തേലും പറ്റിപ്പോയാലേ എനിക്കും പിള്ളേർക്കും പിന്നെ ആരാ ഉള്ളത്? ജയന്തി, ഞാൻ പോവാണ് മേഡം. പോട്ടെ മോളെ.